താങ്കളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? താങ്കൾക്ക് ലഭിക്കുന്ന ലാഭം താങ്കളുടെ ബിസിനസ്സിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? താങ്കളുടെ ലാഭത്തിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് മറ്റ് ഡൈവേഴ്സിഫൈ ചെയ്ത് താങ്കൾ നിക്ഷേപിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഇപ്പം നമ്മൾ നേടുന്ന ലാഭത്തിൻ്റെ ഒരു 20% തുകയെങ്കിലും ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മളുടെ കൺട്രോൾ ഇല്ലാത്ത പല ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ആദ്യം നമുക്കൊരു 3-4 പേരുടെ ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അനിൽ അംബാനി. അതായത് ഇപ്പം മുകേഷ് അംബാനിയുടെ അനിയനാണ് അനിൽ അംബാനി. 2012 അനിൽ അംബാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ റാങ്കിൽ 8ാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് നമുക്കറിയാം അദ്ദേഹം തന്നെ പറയുന്നത് ഇപ്പം അദ്ദേഹം ജീവിക്കുന്നത് ഇപ്പം ഭാര്യയെയും പിന്നെ അതോടൊപ്പം തന്നെ അമ്മയും ഈവൻ മക്കളെ പോലും ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാവുന്ന മറ്റൊരു വ്യക്തിയാണ് സുബ്രതോ റോയ്. അതായത് സഹാറ എന്ന വലിയൊരു കമ്പനിയുടെ ചെയർമാനായിരുന്നു ഇദ്ദേഹം. ഒരു കാലത്ത് നമുക്ക് ക്രിക്കറ്റ് പ്രേമികൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ എല്ലാം സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്നത് ഈ സഹാറയാണ്. ഏറ്റവും അവസാനം ഈയിടെയാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം ഏറ്റവും അവസാനം വളരെ നരക ജീവിതം, അതായത് വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആസ്തിയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു. പക്ഷേ ഈ റിയൽ എസ്റ്റേറ്റ് ആസ്തിയൊന്നും ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. മറ്റൊരു വ്യക്തിയാണ് നരേഷ് ഗോയൽ. അതായത് ജെറ്റ് എയർലൈൻസിൻ്റെ ചെയർമാൻ. നമുക്കറിയാം ജെറ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ ഒരു സമയത്ത് ഏറ്റവും മികച്ച ഒരു എയർലൈനായിരുന്നു. ഈയിടെ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് ജയിലിൽ കിടന്ന് ഇങ്ങനെ നരക ജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലത് ആ ജയിലിൽ കിടന്ന് തന്നെ മരിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നത്. ഇതിനു പുറമെ എടുക്കാവുന്ന മറ്റൊരു ഉദാഹരണമാണ് അറ്റ്ലസ് രാമചന്ദ്രൻ. ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം ഒരു ചെക്ക് കേസിൽപ്പെട്ട് ഏറ്റവും അവസാനം അദ്ദേഹം ഏതൊരവസ്ഥയിലൂടെയാണ് കടന്നുപോയത് എന്ന് നമുക്ക് അറിയാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരാണെന്ന് വിചാരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മാനേജേഴ്സ് തന്നെയാണ് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പണി വെച്ചത്. ഏറ്റവും അവസാനമായി നമുക്ക് എടുത്തു പറയാവുന്ന മറ്റൊരു കമ്പനിയാണ് ഇപ്പോൾ ബൈജൂസ്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ വർഷം 1,80,000 കോടി രൂപയുടെ വാല്യുവേഷൻ ഉണ്ടായിരുന്ന ആ ഒരു കമ്പനിക്ക് അതിൻ്റെ ഏകദേശം ഒരു 99% വാല്യുവേഷനും ഏകദേശം ഒരു വർഷത്തിനിടയിൽ തന്നെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ചുറ്റുവട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിരവധി തകർന്ന തരിപ്പണമായ നിരവധി ബിസിനസ് സംരംഭങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഇവരെല്ലാവരും ഈ ഒരു അവസ്ഥയിലേക്ക് പോയി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും തന്നെ ഇവരുടെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടി മാക്സിമം തുക സ്വരൂപിച്ചിട്ട് റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അതായത് ഇവരുടെ കൺട്രോളിലുള്ള ഇവരുടേതായ രീതിയിലുള്ള ഒരു ബിസിനസ്സിൽ തന്നെ ഇവർ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എവിടെയെങ്കിലും വെച്ച് ഇവർ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചപ്പോൾ ഒരു ചീട്ട് കൊട്ടാരം പോലെ ഇവരെല്ലാവരും ഇവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാവുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു 20% തുകയെങ്കിലും നമ്മളുടെ കൺട്രോളിലല്ലാത്ത ബിസിനസ്സുകളിലും മറ്റും നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കൺട്രോളിലല്ലാത്ത ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈയിടെ നിങ്ങൾക്ക് എല്ലാവർക്കും പേപ്പറിലെല്ലാം നമ്മൾ കണ്ടൊരു ന്യൂസാണ് പേടിഎം. അതായത് കഴിഞ്ഞ ദിവസം RBI പേടിഎമ്മിൻ്റെ ലൈസൻസ്, അതായത് അവർക്കുണ്ടായിരുന്ന പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. ഈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒറ്റ ദിവസം തന്നെ, അതായത് 20% മാക്സിമം ഒരു ദിവസം ഡൗൺ ആവുന്നത്, 2-3 ദിവസം കൊണ്ട് തന്നെ പേടിഎമ്മിൻ്റെ ഷെയർ തകർന്ന് തരിപ്പണമാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളുടെ സ്വന്തം കമ്പനിയിലാണ്, നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ
ഇത് ഒറ്റയടിക്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, അതിൻ്റെ വാല്യുവേഷനൊക്കെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അറ്റ്ലസ് രാമചന്ദ്രൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഈ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി എല്ലാം പല കാര്യത്തിന് വേണ്ടി ഇദ്ദേഹം പ്ലഡ്ജും ചെയ്തിരുന്നു. പക്ഷേ ഇദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഈ തരത്തിലുള്ള ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബാങ്കുകാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് പോലും, അതായത് ആകെ രണ്ടോ മൂന്ന് പേയ്മെൻറ്റുകൾ മുടങ്ങിയപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് റിക്വസ്റ്റ് പോലും ചെയ്യാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ എല്ലാം ഈ നോട്ടീസ് പതിപ്പിച്ചു. ഇപ്പം നോട്ടീസ് പതിപ്പിച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം ഒറ്റയടിക്ക് വളരെയധികം താഴുകയും അതായത് അദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ആ പ്രോപ്പർട്ടിയുടെ മൂല്യത്തിൻ്റെ 20% തുകയൊക്കെയാണ് ആ പ്രോപ്പർട്ടി സെല്ല് ചെയ്തത്. അപ്പം നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ഈ തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമുക്ക് വരാം. ഇപ്പം നമുക്കറിയാം, ഇപ്പം സാധാരണ രീതിയിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു കാർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാർ ഓടണമെങ്കിൽ 4 ടയറിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മളെപ്പോഴും ഒരു ടയർ നമ്മൾ എക്സ്ട്രാ കരുതും. അതിനെ നമ്മൾ പറയുന്നതാണ് സ്റ്റെപ്പിനി ടയർ. എന്തിനു വേണ്ടി ഈ സ്റ്റെപ്പിനി ടയർ നമ്മൾ കരുതുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്രതീക്ഷിതമായിട്ട് ഈ ടയറെല്ലാം പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ സ്റ്റെപ്പിനി ടയർ ഇട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 4-5 പേരുടെ കാര്യം പറഞ്ഞു. ഇവരെല്ലാവരും തന്നെ സ്റ്റെപ്പിനി ടയർ ഇല്ലാതെ വണ്ടി ഓടിച്ചിരുന്ന വെച്ച വ്യക്തികളാണ്. അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ഒരു ചലഞ്ച് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഇവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ വരുമാനത്തിൻ്റെ ഒരു 20% ഡൈവേഴ്സിഫൈഡ് ചെയ്ത് നമ്മൾ നിക്ഷേപിക്കണം. എവിടെ നിക്ഷേപിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പല നിക്ഷേപകരും സംഭവിക്കുന്ന ഒരു ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി അവർക്കറിയാൻ പാടില്ലാത്ത, അവരെ കൺട്രോളിൽ, അതായത് പല ടൈപ്പ് പാർട്ട്ണർഷിപ്പായിട്ട് പല ആൾക്കാരും പറയും, ഇപ്പം ഈ പറഞ്ഞ സംഭവത്തിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ നിക്ഷേപം മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പല കമ്പനികളും കൊണ്ട് നിക്ഷേപിക്കും. അവർക്കറിയാൻ പാടില്ലാത്ത ഈ തരത്തിലുള്ള പല ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വളരെയധികം പണം നഷ്ടമാക്കുന്ന നിരവധി വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം അടുത്ത ഒരു ലെവലിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലത്തെ ലിസ്റ്റഡ് ആയിട്ടുള്ള കുറേ കമ്പനികളുണ്ട്. ആ ഒരു കമ്പനികളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലേറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഇപ്പോൾ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നിപ്പോൺ ഇന്ത്യയുടെ ലാർജ് ക്യാപ് ഫണ്ടാണ്. ഈ ലാർജ് ക്യാപ് ഫണ്ടിൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു സർട്ടൻ % നിക്ഷേപിക്കുകയാണെങ്കിൽ ആ തുകയെല്ലാം പോകുന്നത് HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, L&T, ITC, ആക്സിസ് ബാങ്ക്, NTPC, ടാറ്റ പവർ, പിന്നെ ഇൻഫോസിസ്, ഇതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നത് മാത്രമല്ല, ഓരോ ടൈമിലും ഈ ഫണ്ട് മാനേജേഴ്സ് എല്ലാം ഈ പറഞ്ഞ ഓരോ സെക്ടറിനെ കുറിച്ചും ഓരോ കമ്പനികളെക്കുറിച്ചും കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതത് സമയത്തിൽ ചിലപ്പോൾ ചില ഇൻഡസ്ട്രികൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ആ തരത്തിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടും. അതേസമയം ചില സമയങ്ങളിൽ ചില ഇൻഡസ്ട്രികൾ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, പെർഫോമൻസ് ഒക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഇൻഡസ്ട്രി തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഫണ്ട് മാനേജേഴ്സ് ഈ റീഅലോക്കേഷൻ എല്ലാം ഓട്ടോമാറ്റിക്കലി നടത്തിക്കൊണ്ടിരിക്കും. ഈ തരത്തിൽ ഇപ്പം നമ്മളുടെ വരുമാനത്തിൻ്റെ ഒരു 20% തുകയെങ്കിലും നമുക്കൊരു ഡൈവേഴ്സിഫൈഡ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കമ്പനി വളരുന്നതിനനുസരിച്ച് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമ്മുടെ സമ്പാദ്യം മൊത്തം നമ്മൾ ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബിസിനസ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ബ്ലാക്ക് ഹോളാണ്. അതിൽ എത്ര തുക റീഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് പോരാതെ വരും.
ഇപ്പം നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ 10 ലക്ഷം 15 ലക്ഷം 1 കോടി 2 കോടി ആയിരിക്കും ചിലപ്പം ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അതേസമയം അദാനി അല്ലെങ്കിൽ മുകേഷ് അംബാനി പോലെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ നമുക്ക് 2 കോടിയാണ് വേണ്ടെങ്കിൽ അവർക്ക് 2 ലക്ഷം കോടിയായിരിക്കും വേണ്ടത്. അതുമാത്രമാണ് ആകെ വരുന്ന ഒരു വ്യത്യാസം. ബിസിനസ്സിലേക്ക് എത്ര റീഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ബിസിനസ്സിലേക്ക് നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നല്ല പറഞ്ഞത്, 80% തുക നിങ്ങൾ ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്തു. കാരണം അവിടെ നമ്മളുടെ കഴിവിനെല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചിലപ്പോൾ നമുക്ക് നല്ല റിട്ടേൺസ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ 20% തുക, അതായത് സ്റ്റെപ്പിനി ടയർ, അത് നമ്മളെ എല്ലാ ബിസിനസ്സിനും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇനി അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താനും താങ്കൾക്ക് സാധിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി താങ്കൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് താങ്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പറാണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളിപ്പോൾ എല്ലാ മാസവും എന്നോളം ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് നിക്ഷേപകർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള വെബിനാറുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന മാർച്ച് 1-ാം തീയതി നമ്മൾ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് എക്സ്ക്ലൂസീവ് ഫോർ നമ്മളെ നിക്ഷേപകർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അന്ന് നമ്മൾ മേജറായിട്ട് കവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു നിക്ഷേപകൻ അവരുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു 4-5 കാര്യങ്ങളെക്കുറിച്ചാണ് അന്നേ ദിവസം നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം താങ്കൾക്ക് കൃത്യസമയത്ത് ലഭിക്കണമെങ്കിൽ ഞങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ താങ്കൾ ഇതുവരെ അംഗമായിട്ടില്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ അംഗമാക്കുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തുമ്മിച്ച ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.